കേരളത്തിൻ്റെ ആളോഹരി കടം 1,30,000-ത്തിലേക്ക് കടന്നിരിക്കുന്നു. 60,000ആയി. CPM LDF ഇവിടെ അധികാരത്തിൽ വരുന്ന 10 വർഷം മുമ്പ് ഏകദേശം 1,60,000 കടം. ഇപ്പോൾ ഏകദേശം 5 ലക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനിയും കടമെടുക്കാൻ വേണ്ടിയിട്ട് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സർക്കാരായിട്ട് മാറിയിരിക്കുന്നു. ഈ കേരളത്തെ ഈ കടത്തിലേക്ക് മുക്കിയതിന് കാരണം ഈ 5 വർഷം ഭരിച്ച പിണറായിയാണോ അതിന് തൊട്ട് മുൻപ് 5 വർഷം ഭരിച്ച വിജയനാണോ, ആരാണ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ യെസ് പ്ലീസ്. കേരളത്തിന്റെ കടം ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്, ധന ഉത്തരവാദിത്വ നിയമം എന്നാണ് ആ നിയമത്തിന് പറയുന്നത്. ആ നിയമത്തനുസരിച്ച് GSDPയുടെ 3% ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാം. റെഡിയല്ലേ ഞാൻ പറഞ്ഞത്? തെറ്റില്ലല്ലോ. 3.5% കൂടി കടമെടുക്കാൻ ഇലക്ട്രിസിറ്റി മേഖലയിലെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നു. റെഡിയല്ലേ? റെഡിയാണ്. ഈ കടം പോലും കേന്ദ്ര സർക്കാർ എടുക്കാൻ അനുവദിക്കുന്നില്ല. 2% സംസ്ഥാനത്തോട് കടമെടുക്കാൻ വേണ്ടി പറ്റൂ എന്ന് പറയുന്നത്. നിയമപരമായിട്ടുള്ള കടം പോലും ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യ ഗവൺമെന്റിനും ബാധകമായ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കടം പോലും ഈ കേരളത്തിനില്ല. 2, കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളം മാത്രമാണ് GSDP കടം അനുപാതം കുറച്ചു കൊണ്ടുവരുന്നത് എന്ന് റിസർവ് ബാങ്കിന്റെ കണക്കുകൾ കാണിക്കുന്നു. അതേപോലെ തന്നെ നീതി ആയോഗിന്റെ കണക്കുകൾ കാണിക്കുന്നു. പിന്നെ പറയുന്നത് ഈ എന്താ പറയുക, ആളോഹരി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയെന്ന. ഈ കേരളത്തിനകത്ത് കിഫ്ബിയുടേത് ഉൾപ്പെടെ 1. 2, ഈ കേരളത്തിലെ കടമെന്ന് പറയുന്നതിൽ 38% ട്രഷറികളിൽ നമ്മുടെ നാട്ടുകാർ നിക്ഷേപിച്ച പണമാണ്. കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നു, അത് സംസ്ഥാന ഗവൺമെന്റ് കടം വാങ്ങിയതായി കണക്ക് കൂട്ടുന്നു. ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് കേരളം എന്തോ വലിയ കടക്കണിയിലേക്ക് പോകുന്നു. ഒരാളെയും ഇതിനു മുകളിൽ ജപ്തി ചെയ്യാൻ പോകുന്നില്ല. കിഫ്ബി എന്ന് പറയുന്നത് ബജറ്ററി അലോക്കേഷന് പുറത്തുള്ളതല്ലേ? ഇതിന് ഈ കിഫ്ബി കൊണ്ടുണ്ടായിട്ടുള്ള അധിക സാമ്പത്തിക ബാധ്യത അത് ആരടച്ചു തീർക്കും? കിഫ്ബി മുഖേനയുള്ള വരുമാനദായകമായ പ്രൊജക്ടുകളിൽ നിന്ന് പണം തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, കേരളത്തിൽ കിഫ്ബി മുഖേനയാണ് ഈ ഏട്ടാ ഇഷ്ടംപോണം പ്രോജക്റ്റുകൾ, വ്യവസായ പ്രോജക്റ്റുകൾ, അതുപോലെയുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും കടം വാങ്ങാറുണ്ട്. എന്താ ഇപ്പൊ കടം വാങ്ങണത്? ഇപ്പൊ കടം വാങ്ങുന്നത് നമ്മളുടെ ജീവിത സാഹചര്യം വീടുണ്ടാക്കാനാണെങ്കിൽ ഇന്ന് നമ്മൾ കടം വാങ്ങി ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് വീടെല്ലാം ഉണ്ടാക്കി നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ആ കടം തീർക്കുന്നു. ഇല്ലാതെ ഇതെല്ലാം വന്നതിന് ശേഷം ഈ നാട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അത് അപ്രായോഗികമാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ കടം GSDP അനുപാതം അനുസരിച്ച് 54%. കേരളത്തിൻ്റെത് 31 ഉള്ളൂ. ശരി എനിക്ക് നീതി ആയോഗ് എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഉൾപ്പൊളകണ്ടേ. കാരണം എന്താന്ന് വെച്ചാൽ ഇതേ നീതി ആയോഗ്, ഇതേ റിസർവ് ബാങ്ക്, ഇതേ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്താ കേരളത്തിന്റെ സാമ്പത്തിക നിലയെ സംബന്ധിച്ച് പറഞ്ഞത്? സമീപകാലത്ത് അനധിവിദൂര ഭാവിയിൽ കേരളം ശ്രീലങ്കയാവുന്ന പറഞ്ഞതല്ലേ? റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടാ, RBIയുടെ റിപ്പോർട്ടാ. അതിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണോ ഇത്തരത്തിൽ? തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണോ ഇത്തരത്തിൽ കേരളത്തെ നിങ്ങൾ ഒരു സമരം ചെയ്തോ? കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു സമരം ചെയ്തോ? ഇത്തരത്തിൽ നമ്മളൊക്കെ മലയാളികളാ അല്ലെ? കേരളത്തെ ഏത് പാർട്ടി ഭരിക്കട്ടെ, കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ധാർമ്മിക രോഷം ഉയരും. ഇവർക്ക് ഉയർന്നില്ലല്ലോ, ഒരു സമരം പോലും ചെയ്തില്ലല്ലോ. ഡൽഹി പോയിട്ട് പേരിനൊരു സമരം, അങ്ങനെയാണോ ഞങ്ങൾ ഭരണവും സമരവും ഒരുമിച്ച് നടക്കുമെന്ന് പറയുന്ന പാർട്ടിയല്ലേ? ഒരൊറ്റ കാര്യം നാട്ടുകാർ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളൊക്കെ ജീവിക്കുന്നത് കടം വാങ്ങാതിരിക്കാനാണ്.
എങ്ങനെയെങ്കിലും കടമില്ലാതെ ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. 10 കൊല്ലം നീട്ടി വരിച്ച ഒരു ഗവൺമെൻറ്, ഇപ്പോൾ ഗിരീഷിൻ്റെ GSTP സാമ്പത്തിക സ്ഥിതി ഒന്നും എനിക്കറിയില്ല, എനിക്ക് സാമ്പത്തിക ശാസ്ത്രമൊന്നും ഞാൻ പഠിച്ചില്ല. പക്ഷേ 10 കൊല്ലം ഭരിച്ച ഒരു സർക്കാർ കടം വാങ്ങാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് വാദിക്കുന്നത്. കടം വാങ്ങാതിരിക്കാൻ, ഈ നാടിനെ രക്ഷപ്പെടുത്താൻ ചിന്തിക്കുന്നതിന് പകരം കടം വാങ്ങാനുള്ള നിയമം ആണ് പറയുന്നത്. കടം വാങ്ങാതിരുന്ന് ഈ നാടിനെ രക്ഷപ്പെടുത്താനല്ലേ ചിന്തിക്കേണ്ടത്. നമ്മളൊക്കെ വീട്ടിൽ കടം വരാതിരിക്കാനല്ലേ ശ്രമിക്കുക, കടമില്ലാതെ വരുമാനം ഉണ്ടാക്കാനല്ലേ നമ്മളൊക്കെ ശ്രമിക്കുക. ഇത് കടം വാങ്ങാനുള്ള അവകാശത്തിന് വേണ്ടി നീട്ടി വാദിക്കുക.